കോർപ്പറേഷനിൽ ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോർഷൻ അപ്പീലാണ്. അപ്പീൽ given to the tribunal and appeal to other authorities according to the provision included in the Cooperative Societies Act. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിവിഷൻ ബൈ ദ ട്രിബ്യൂണൽ. റിവിഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 84 ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 84 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രിബ്യൂണൽ മേ കോൾ ഫോർ ആൻഡ് എക്സാമിൻ the records of any proceedings in which an appeal lies to it for satisfying itself as to the legality or the propriety of any decision or order passed, if in any case it appears that such decision or order is to be modified, annulled or revised. The tribunal may pass such an order as they deem fit. അതൊരു ട്രിബ്യൂണൽ ഒരു പർട്ടിക്കുലർ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ഒരു അവാർഡ് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള തെളിവുകളുടെയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വിറ്റ്നസ്സുകളുടെയോ ഒക്കെ കേസ് വരുന്ന സമയത്ത് ഇതിനു മുമ്പ് തീരുമാനിച്ചത് ശരിയായില്ല അല്ലെങ്കിൽ യുക്തമായിട്ടില്ല എന്ന് ട്രിബ്യൂണലിന് തോന്നുമ്പോൾ അവരെടുത്തിട്ടുള്ള തീരുമാനത്തിനെ പുനഃപരിശോധിക്കാനായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്നത് ട്രിബ്യൂണലിനുണ്ട്. ആ പുനഃപരിശോധന എന്ന് പറയുന്നതിനെയാണ് നമ്മൾ റിവിഷൻ ബൈ ദ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അത് എല്ലാ കേസിലൊന്നും സംഭവിക്കുന്നതല്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കേസിന് എവിഡൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള വിറ്റ്നസ് ആ സമയത്ത് ഹാജരായിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും എവിഡൻസുകൾ അപ്പോൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൺസേൺഡ് പാർട്ടീസിന് സാധിച്ചിട്ടുണ്ടാവില്ല. കൃത്യസമയത്തിനുള്ളിൽ കൊടുക്കേണ്ടുന്ന തെളിവുകൾ ആ സമയത്ത് കിട്ടാതെ ഇരുന്നത് കൊണ്ട് അത് കോടതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരാം. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ട്രിബ്യൂണൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അപ്പോൾ കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അപ്പോൾ വിസ്തരിക്കപ്പെട്ടിട്ടുള്ള സാക്ഷികൾ കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ കേസിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആ വിധി വന്നതിന് ശേഷം ആ വിധി ശരിയായില്ല, അതിൽ ഇന്ന കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഇനി അതിൽ കോടതിയിൽ ഹാജരായിട്ട് തെളിവുകൾ കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ആ ട്രിബ്യൂണലിന് തന്നെ അവരെടുത്തിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ അവർ നടപ്പാക്കിയിട്ടുള്ള ആ വിധിയിലെ ന്യായം എന്ന് പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതൊന്നും കൂടി പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ട്രിബ്യൂണൽ സെക്ഷൻ 84 അനുസരിച്ച് അത് റിവൈസ് ചെയ്യാനായിട്ട് തയ്യാറാവും. അവർ പാസ്സാക്കിയിട്ടുള്ള ഓർഡർ തന്നെയാണ് അല്ലെങ്കിൽ അവർ ആ പർട്ടിക്കുലർ കേസിൽ എടുത്തിട്ടുള്ള തീരുമാനം തന്നെയാണെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളെ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി പുനഃപരിശോധിക്കാനായിട്ട് ആ കൺസേൺഡ് ട്രിബ്യൂണലിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ റിവിഷൻ ബൈ ദ ട്രിബ്യൂണൽ എന്ന് പറയുന്ന സെക്ഷൻ 84 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് the tribunal shall not take any action under this section if the time for appeal has not expired or if an appeal is already filed in that particular matter. അത് എന്താ പറയുക, നിലവിൽ ഇരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന, കോടതി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം കോഓപ്പറേറ്റീവ് കേസുകളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോടതി എന്ന് പറയുന്നത് ട്രിബ്യൂണലാണ്. അപ്പോൾ ആ ട്രിബ്യൂണലിൻ്റെ മുന്നിൽ തീരുമാനമാകാതെ കിടക്കുന്ന ഒരു അപ്പീൽ ഉണ്ടാകുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ആ ഒരു അപ്പീലിന് കോടതി പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി അലൗ ചെയ്തിട്ടുള്ള സമയത്തിനുള്ളിലോ അല്ല
ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഈ തീരുമാനങ്ങളെ റിവൈസ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ട്രിബ്യൂണലിന് ഉണ്ടാവില്ല. അപ്പോൾ ഒരു അപ്പീൽ നമ്മൾ ആദ്യം ഫയൽ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അന്തിമ തീരുമാനം വരുന്നതിന് മുമ്പ് ഒരു കാരണവശാലും നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പീലിൽ എന്ത് തീരുമാനമാണോ ഉണ്ടായിട്ടുള്ളത് ആ തീരുമാനം അനുകൂലമല്ലാതെ വരികയോ അതല്ലെങ്കിൽ അഡീഷണലായിട്ട് തെളിവുകൾ നമുക്ക് ഹാജരാക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് റിവിഷൻ പെറ്റീഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ റിവിഷൻ പെറ്റീഷൻ ആണെങ്കിലും റിവ്യൂ പെറ്റീഷൻ ആണെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് എത്ര സമയത്തിനുള്ളിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടുന്നത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയപരിധിക്കുള്ളിലല്ല ഈ പറയുന്നതായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ കൺസേൺഡ് പാർട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒരു കാരണവശാലും അത് പുനഃപരിശോധിക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ട്രിബ്യൂണലിനില്ല. അപ്പോൾ ട്രിബ്യൂണൽ ഒരു വിധി പാസ്സാക്കി കഴിഞ്ഞാൽ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള കക്ഷികൾ റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ കോടതിക്ക് സ്വമേധയാ അത് വീണ്ടും പുനഃപരിശോധിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. അതാണ് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞത്. ഇപ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമാവോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രതികൂലമായിട്ടാണല്ലോ സാധാരണ വിധി വരുന്നത്. അപ്പോൾ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുള്ള ആളുകളാണ് മിക്കവാറും റിവിഷൻ പെറ്റീഷൻ കൊടുക്കുന്നത്. അതല്ലാതെ നമ്മളിനി പെറ്റീഷനൊന്നും പോണില്ല, കോടതി വേണമെങ്കിൽ സ്വയം പുനഃപരിശോധിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതൊക്കെ റെയറസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ റിവൈസ് ചെയ്യണമെങ്കിൽ ആരാണെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള കക്ഷികളെങ്കിൽ അവർ നിർബന്ധമായിട്ടും സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ട്രിബ്യൂണലിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ മാത്രമേ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ പരിഗണിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൺസേൺഡ് കോർട്ടിന് ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് this section also provides that no order shall be made under this section without notice to all the interested parties and without giving a reasonable opportunity of being heard. അപ്പോൾ റിവിഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ നേരത്തെ കൺസേൺഡ് പാർട്ടീസിന് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. റിവിഷൻ പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ തെളിവുകളാണ് അഡീഷണലായിട്ട് ഈ കൺസേൺഡ് പാർട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള രേഖകൾ നിർബന്ധമായിട്ടും കോടതി പരിശോധിച്ചിട്ടുണ്ടായിരിക്കണം. അതിലേതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പാർട്ടീസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോടതി മുമ്പാകെ ഹാജരാവാനും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊഴിയായിട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നിർബന്ധമായിട്ടും കോടതി പ്രൊവൈഡ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഈ നേരത്തെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഡിസിഷൻ എന്താണോ അതിനെ റിവൈസ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ട്രിബ്യൂണലിന് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മുമ്പ് വിസ്തരിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഈ റിവിഷൻ പെറ്റീഷനിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതേ സാക്ഷികൾ വീണ്ടും വിസ്തരിക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ പുതുതായിട്ട് ആരെയെങ്കിലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ വിസ്തരിക്കേണ്ടതായിട്ട് വരും. അതല്ല പുതുതായിട്ട് തെളിവായിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സസൂക്ഷ്മമായിട്ട് കോടതി പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസിഷൻ എന്താണ് അല്ലെങ്കിൽ നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓർഡർ എന്താണ് എങ്കിൽ അത് റിവൈസ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൺസേൺഡ് ട്രിബ്യൂണലിന് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കോമ്പീറ്റൻ്റ് കോർട്ട് അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത പറയുന്ന റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ബൈ ദ ട്രിബ്യൂണൽ. റിവിഷനാണ് പറഞ്ഞത്. റിവ്യൂ ഓഫ് ഓർഡേഴ്സ് by the tribunal according to section 85 of the Cooperative Societies Act. The tribunal is having the power to review its own order either on the application of the registrar or on the application of an interested party.
ഒരു കോടതി എടുത്തിട്ടുള്ള തീരുമാനം, ഒരു കോടതി എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണൽ, നമ്മൾ ഇവിടെ പറയുന്ന കോടതി എന്ന് ഉദ്ദേശിക്കുന്നതൊക്കെ ട്രിബ്യൂണലാണ്. അപ്പോൾ ട്രിബ്യൂണൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം രജിസ്ട്രാറുടെ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ടീസിൻ്റെ ഓർഡർ പ്രകാരമോ അവർ എടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു തീരുമാനം റിവ്യൂ ചെയ്യാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്. അതായത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആവശ്യപ്പെടുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിലോ അതല്ലെങ്കിൽ ഈ കേസിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള മറ്റേതെങ്കിലും പാർട്ടീസ് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു കോടതി എടുത്തിട്ടുള്ള തീരുമാനത്തിന് അതേ കോടതി തന്നെ വീണ്ടും മാറ്റി പാസ്സാക്കുക എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ റിവ്യൂ ബൈ ദ ട്രിബ്യൂണൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രിബ്യൂണൽ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ order either on the application of the registrar or on the application of the interested parties. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ടുള്ള തെളിവുകൾ കിട്ടുകയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വിറ്റ്നസ്സുകൾ ഹാജരാവുകയോ ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കോടതിയുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ സാന്നിധ്യത്തിൽ എടുത്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അഡീഷണൽ തെളിവുകൾ വരുമ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വീണ്ടും ആ പർട്ടിക്കുലർ കോർട്ട് തീരുമാനം പുനഃപരിശോധിക്കുന്നതിനെയാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത്. റിവ്യൂ എന്ന് പറയുന്നത് അതേ കോടതി തന്നെ അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒന്നും കൂടി ആലോചിച്ച് പാസ്സാക്കാനായിട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളോ ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. However, the party concerned has to satisfy the tribunal that there has been a discovery of new and important matter or evidence which was not within the knowledge or could not be produced at the time of the tribunal passed its orders, or that there has been some mistake or error apparent in the face of the record, or that there is any other sufficient reason for reviewing the order. 3-4 കാര്യങ്ങളാണ് റിവ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് പറയുന്നത് there has been discovery of a new and important matter. ആ കേസിന് ആസ്പദമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടെത്തുകയോ അതല്ലെങ്കിൽ അത് കോടതി വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽ പെടാതെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇത് പാസ്സാക്കുന്ന സമയത്ത് കോടതി കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തി കഴിഞ്ഞാൽ കോടതിക്ക് റിവ്യൂ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതേപോലെ എവിഡൻസ് which was not within the knowledge or could not be produced at the time of the tribunal passed its orders. ഈ കേസിനെ അടിസ്ഥാനപരമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും എവിഡൻസുകൾ ഒന്നുകിൽ ഈ കോടതി ഓർഡർ പാസ്സാക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ല എങ്കിൽ ആ എവിഡൻസ് അപ്പോൾ അവൈലബിൾ അല്ലാതിരിക്കുകയും ഇപ്പോൾ അവൈലബിൾ ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ കോടതിയോട് അവരെടുത്തിട്ടുള്ള തീരുമാനം റിവ്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു എവിഡൻസ് ഈ കോടതി ഓർഡർ പാസ്സാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എവിഡൻസ് കൂടി അതിന് പ്രയോജനകരമാണ് എന്നുള്ള രൂപത്തിൽ ഈ കേസ് കൊടുത്തിട്ടുള്ള പാർട്ടീസിന് ചിലപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ അവർ വളരെ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അവർക്ക് ആ എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ കോടതി ഓർഡർ പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും രൂപത്തിൽ അവർക്ക് ആ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എവിഡൻസും കൂടി കോടതിക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഈ എടുത്തിട്ടുള്ള തീരുമാനം വീണ്ടും റിവ്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ വളരെ റയറായിട്ടാണെങ്കിലും കോടതിക്കാണെങ്കിലും തെറ്റ് പറ്റാലും, നമ്മൾ സിനിമയിലൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു ഡയലോഗല്ലേ, എല്ലായ്പ്പോഴും കോടതിക്ക് അങ്ങനെ തെറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ കോടതിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റെക്കോർഡുകളിൽ ഏതെങ്കിലും ഒരു എറർ
സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൺസേൺഡ് പാർട്ടീസിന് പിന്നെ ബോധ്യപ്പെടുകയും അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നേരത്തെ കോടതി പാസ്സാക്കിയിട്ടുള്ള ഓർഡർ റിവ്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. അക്കോർഡിംഗ് ടു സെക്ഷൻ 85 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. Again, it provides that no such order shall be made without notice to all the interested parties involved in that particular matter and without giving reasonable opportunity of being heard. ഇനി അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള എവിഡൻസ് കിട്ടി, അതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വിറ്റ്നസ് ഉണ്ടായി, അതല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽ പെടാതെ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം കൺസേൺഡ് പാർട്ടീസ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കേസ് റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുകയോ ചെയ്യാനായിട്ട് കോടതി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടീസിനും കോടതി ഇന്ന സാഹചര്യങ്ങളിൽ നേരത്തെ എടുത്തിട്ടുള്ള ആ തീരുമാനം റിവൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതായിട്ടുള്ള നോട്ടീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ അവർക്കത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയോട് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടി അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നോട്ടീസ് കൊടുത്തു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു കക്ഷിയെയും ഒരു വിവരം അറിയിക്കാതെ അവർക്ക് നോട്ടീസ് അയക്കാതെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെ ഒരു കാരണവശാലും ഒരു ട്രിബ്യൂണലിന് അവരെടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിനെ റിവൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനായിട്ടോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് സാധിക്കില്ല. ആൻഡ് the application for the review or revision under this section is to be filed within 90 days of the order issued by the tribunal. എന്നാണ് ട്രിബ്യൂണലിൻ്റെ അന്തിമമായിട്ടുള്ള വിധി വന്നിട്ടുള്ളത് എങ്കിൽ ആ ഡേറ്റ് മുതൽ 90 ദിവസത്തിനുള്ളിൽ നിശ്ചിത മാതൃകയിൽ അപ്ലൈ ചെയ്യുന്ന കേസുകൾ മാത്രമേ ട്രിബ്യൂണലിന് റിവൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ പറയുന്ന 90 ദിവസത്തിനുള്ളിൽ കോടതിക്ക് റിവിഷൻ പെറ്റീഷൻ അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനായിട്ട് സാധിച്ചോളണമെന്നില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ എന്ത് കാരണത്താലാണ് ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡിലേ വന്നിട്ടുള്ളത് എന്നതിൻ്റെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസസ് നിർബന്ധമായിട്ടും കൺസേൺഡ് പാർട്ടീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ COVID-19 വന്നിട്ടുള്ളൊരു പശ്ചാത്തലം, അപ്പോൾ വിധി വന്നിട്ടുള്ളത് ഇപ്പോൾ മാർച്ച് മുതൽ വളരെ രൂക്ഷമായിട്ടുള്ള രൂപത്തിൽ ലോക്ക്ഡൗണൊക്കെ വന്നിട്ടുള്ളൊരു സമയമായിരുന്നു, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ. അപ്പോൾ ആ സമയത്താണ് 90 ദിവസം അവസാനിക്കുന്നത് എങ്കിൽ കൺസേൺഡ് പാർട്ടീസിന് ഒരിക്കലും പുറത്തു പോകാനായിട്ടോ അല്ലെങ്കിൽ നിശ്ചിത മാതൃകയിൽ ഇതൊക്കെ പ്രിൻ്റ് ചെയ്തെടുത്ത് അതിൻ്റെ കോപ്പി എടുത്തിട്ട് അയക്കാനായിട്ടോ ഒന്നും സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ജൂൺ മാസമൊക്കെ ആവുന്ന സമയത്തായിരിക്കും ഈ റിവിഷന് അല്ലെങ്കിൽ റിവ്യൂവിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻസ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 90 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് ഒരു കാരണവശാലും അത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ കോടതി അനുമാനിക്കൊന്നുമില്ല, കോവിഡ് ആയിരുന്നില്ലേ അതുകൊണ്ടാണ് അവർ അയക്കാതെ ഇരുന്നിട്ടുണ്ടാവുക എന്ന് അനുമാനിച്ചിട്ടൊന്നും കോടതി ഈ റിവിഷൻ പെറ്റീഷൻ അല്ലെങ്കിൽ റിവ്യൂ പെറ്റീഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ അല്ല. നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡിലേ വരാനായിട്ട് ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് എന്ന് ക്ലിയറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ലെറ്റർ അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഇന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ ആപ്ലിക്കേഷൻ തരാനായിട്ട് സമയം എക്സീഡ് ചെയ്തു പോയത്, അല്ലെങ്കിൽ പറഞ്ഞ 90 ദിവസത്തിനുള്ളിൽ അവരത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, അഡ്വൈസ് ആയിട്ടുള്ള ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അത് കൃത്യസമയത്ത് തരാതിരുന്നത് എന്ന് വ്യക്തമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പെറ്റീഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ഓർഡർ ഈസ് കോൾഡ് ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ്. ഇന്റർലോക്യൂട്ടറി ട്രിബ്യൂണൽ ഇഷ്യൂ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നതാണ് ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ്. Pending decision
on an appeal under section 84, the tribunal may, in order to prevent the end of justice being defeated, make interlocutory orders. അത് ഇടക്കാല വിധി എന്നാണ് നമ്മൾ ഈ ഇതിൻ്റെ പച്ച മലയാളം പറഞ്ഞാൽ പറയുക ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സ്. അതായത് റിവിഷൻ പെറ്റീഷൻ സെക്ഷൻ 84 അനുസരിച്ച് ട്രിബ്യൂണലിന് റിവിഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റിവിഷൻ പെറ്റീഷനിൽ ഉടനെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റിസിന് വിരുദ്ധമാവും. കാരണം കുറേയേറെ തെളിവുകൾ ശേഖരിക്കാനുണ്ടാവും, കുറേയേറെ സാക്ഷികൾ വിറ്റ്നസ്സായിട്ട് വിസ്തരിക്കാനുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ കേസിൻ്റെ അന്തിമ വിധി എന്താണ് എങ്കിൽ ആ അന്തിമ വിധി ട്രിബ്യൂണലിന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുവരെ അതിങ്ങനെ പെൻഡിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ വളരെ കൂടുതൽ പ്രയാസങ്ങളുണ്ടായി എന്ന് വരും. അപ്പം അങ്ങനെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി താൽക്കാലികമായിട്ടൊരു ഓർഡർ ഇഷ്യൂ ചെയ്യും. എന്ന് പറഞ്ഞാൽ അന്തിമ വിധി വരുന്നത് വരെ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് കോടതി കൺസേൺഡ് പാർട്ടീസിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ കോടതി ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഓർഡറിനെയാണ് നമ്മൾ ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് പ്രൊമോഷന് ഉള്ള സാധ്യത എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് കൊടുക്കാതെ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ അതിനെ അഗൻസ്റ്റായിട്ട് അയാൾ കോടതിയെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ആ കോടതി അപ്രോച്ച് ചെയ്ത സമയത്ത് കോടതി ആദ്യം പറഞ്ഞിട്ടുള്ള വിധി പ്രകാരം ആ എംപ്ലോയിക്ക് അതിനുള്ള അർഹത ഇല്ല എന്നാണ് നോക്കി. അപ്പോൾ ആക്ട് ആൻഡ് റൂളിൽ പറഞ്ഞിട്ടുള്ള കുറേ പ്രൊവിഷൻസും അയാൾ അപ്പോയിൻറ്റ് ചെയ്ത സമയത്ത് ആ ഓർഗനൈസേഷൻ, അതായത് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ആ സ്ഥാപനം സാധാരണ ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതും ഒക്കെ പറഞ്ഞിട്ട് അയാൾ ഈ കോടതി എനിക്ക് പ്രൊമോഷൻ അർഹതയില്ല എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള വിധി എന്ന് പറയുന്നത് അന്യായമാണ്, അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ കോടതിക്ക് പിന്നെ ആക്ട് ആൻഡ് റൂൾ മുഴുവൻ പരിശോധിക്കേണ്ടി വരും. അതാത് സമയങ്ങളിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള സർക്കുലറുകൾ, അതേപോലെ തന്നെ അയാൾ ബൈലോയിൽ ഇന്ന പ്രൊവിഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾ പ്രൊമോഷന് എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ അന്തിമ വിധി വരുന്നത് വരെ അയാൾക്ക് പ്രൊമോഷന് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് വരെ അയാൾക്ക് ഇത്ര സംഖ്യ, അല്ലെങ്കിൽ അയാളുടെ ശമ്പളത്തിൽ നിന്ന് പല വിധത്തിലുള്ള പെനാൽറ്റീസിലേക്ക് അല്ലെങ്കിൽ അയാളെടുത്തിട്ടുള്ള ലോണിലേക്കൊക്കെ പിടിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇന്ന ഡേറ്റ് വരെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ താൽക്കാലികമായിട്ട് കോർട്ടിന് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഓർഡേഴ്സിനെയാണ് ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 81 ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലാകെ കൂടി ഒരു ട്രിബ്യൂണലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ട്രിവാൻഡ്രം. ദി കേരള കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്നുള്ള പേരിൽ തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് നമ്മളുടെ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഒരു ട്രിബ്യൂണൽ മാത്രമേ ഉള്ളൂ, പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അവിടെയൊക്കെ പല വിധത്തിലുള്ള ഡിസ്പ്യൂട്ട്സുകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ പണ്ടുള്ളതിനേക്കാൾ വളരെ കൂടുതലായിട്ട് കടക്കുന്ന ഒരു സന്ദർഭം ഉള്ളത് കൊണ്ട് ഇത്രയും ദൂരം ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസ് സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാസർഗോഡുള്ള ഒരാൾ ഒരു കേസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തലേ ദിവസം വരേണ്ടി വരും. പിറ്റേ ദിവസം കോടതി നടപടികളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അന്ന് തിരിച്ചു പോകാനായിട്ട് സാധിച്ചോളണമെന്നില്ല, പിറ്റേ ദിവസമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് മാനസികമായിട്ടും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടും വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട്
അങ്ങനെ വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഏത് സ്ഥലത്ത് ഏത് ദിവസങ്ങളിലാണ് സിറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ട്രിബ്യൂണലിനുണ്ട്. അപ്പോൾ ദ സെക്രട്ടറി ഓഫ് ദി ട്രിബ്യൂണൽ വിൽ ബി ആൻ ഓഫീസർ ഓഫ് ദി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹി ക്യാൻ ഡിസൈഡ് ഇൻ വിച്ച് പ്ലേസ് ആൻഡ് ഓൺ വിച്ച് ഡേറ്റ് ദ സിറ്റിംഗ് ക്യാൻ ബി അറേഞ്ച്. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഹൈക്കോർട്ടിൽ ജഡ്ജായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് യോഗ്യത ഉള്ള ഒരാളെയാണ് സാധാരണ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഗവൺമെൻറ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അയാളെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്യുന്നത്. സെക്രട്ടറി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും. ആ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഏത് സ്ഥലങ്ങളിൽ ഏതൊക്കെ സമയത്ത് എവിടെ വെച്ചിട്ടാണ് സിറ്റിംഗ് നടത്തേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റാഫിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഡിസൈഡ് ചെയ്യാനായിട്ടും പോസ്റ്റ് ചെയ്യാനായിട്ടും ഉള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി ഈ ട്രിബ്യൂണലിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10:15 മുതൽ വൈകുന്നേരത്ത് 5:15 വരെയുള്ള സമയമാണ്. 10:15 AM to 5:15 PM വരെയുള്ള സമയമാണ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വർക്കിംഗ് ടൈമായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സൺഡേ അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അതർ പബ്ലിക് ഹോളിഡേയ്സിൽ ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിന് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ജനറലായിട്ട് ഒരു കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള പ്രൊവിഷൻസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് എക്സെട്ര ഓഫ് ദി ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടുന്നതായിട്ടുള്ള റെക്കോർഡുകളുടെ ഉത്തരവാദിത്വം ആരാണ്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. The secretary of the tribunal have the custody of the records of the tribunal and shall exercise such powers as are assigned to him by these rules. ഞാൻ പറഞ്ഞു കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള റെക്കോർഡുകളും നിർബന്ധമായിട്ടും ട്രിബ്യൂണൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ മെയിൻ്റനൻസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള സെക്രട്ടറിക്കാണ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദ ഒഫീഷ്യൽ സീൽ ടു ബി യൂസ്ഡ് ഇൻ ദ ട്രിബ്യൂണൽ ഷാൾ ബി സച്ച് ആസ് ദ ട്രിബ്യൂണൽ മേ ഫ്രം ടൈം ടു ടൈം ഡയറക്റ്റ് ആൻഡ് ഷാൾ ബി കെപ്റ്റ് ഓൺ ദ സേഫ് കസ്റ്റഡി ഓഫ് ദി സെക്രട്ടറി. ഈ സെക്രട്ടറിയാണ് ഓർഡേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്ത് അതല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിട്ട് കൺസേൺഡ് പാർട്ടീസിനെ അയക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെക്രട്ടറിക്കാണ്. പക്ഷേ അത് അയക്കുന്ന സമയത്ത് അതിൽ സീലും സിഗ്നേച്ചറും ഉണ്ടായിരിക്കണം. ആ സീല് എന്ന് പറയുന്നത് സിഗ്നേച്ചർ എന്ന് പറയുന്നതും ട്രിബ്യൂണലിൻ്റേതാവണം. അല്ലാതെ സെക്രട്ടറിയുടെ സീലും സിഗ്നേച്ചറും വെച്ചിട്ടല്ല കോടതിയുടെ അന്തിമ വിധി എന്ന് പറയുന്നത് കൺസേൺഡ് പാർട്ടീസിന് സെൻഡ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ സീലും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങളും സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത് ആ കൺസേൺഡ് സെക്രട്ടറി ആയിരിക്കും. അത് മോഷണം പോവുകയോ അതല്ലെങ്കിൽ കാണാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്നതായിട്ടുള്ള സെക്രട്ടറിക്കുള്ള ഉത്തരവാദിത്വമാണ്. ആൻഡ് നെക്സ്റ്റ്, subject to any general or special direction given by the tribunal, the seal of the tribunal shall not be used under the authority in writing of the secretary. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അയാളുടെ സീല് അതല്ലെങ്കിൽ അയാളുടെ സിഗ്നേച്ചറിന് പകരമായിട്ട് കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള സീല് ഉപയോഗിക്കരുത് എന്ന് ജനറൽ ഓർഡർ മുഖാന്തരമോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ മുഖാന്തരമോ ട്രിബ്യൂണൽ സെക്രട്ടറിക്ക് ഇൻ റൈറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും ട്രിബ്യൂണലിൻ്റേതായിട്ട് സെക്രട്ടറിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള സീല് എന്ന് പറയുന്നത് സെക്രട്ടറി ഉപയോഗിക്കാനായിട്ട് പാടില്ല.
അപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പേപ്പറിൽ ഈ പറയുന്നതായിട്ടുള്ള ട്രിബ്യൂണലിൻ്റേതായിട്ടുള്ള സീല് വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കുന്നതിന് മുമ്പ് കൺസേൺഡ് ട്രിബ്യൂണലിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടാവണം. അല്ലാതെ അവരുടെ അറിവും സമ്മതവും കൂടാതെ അവരുടെ സീല് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഒരു കാരണവശാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നെക്സ്റ്റ് പറയുന്ന ദ സെക്രട്ടറി ഷാൾ കീപ് സെപ്പറേറ്റ് ലിസ്റ്റ് ഓഫ് കേസസ് filed from the area of jurisdiction of each joint registrar general in the order of registration, showing the number and year of the case and the name of the parties under different headings for each class of cases. സെക്രട്ടറിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഫങ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള കേസുകളാണ് കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കസ്റ്റഡിയിൽ വരുന്നത്. അപ്പോൾ ഈ വരുന്നതായിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട് അതിനെ പ്രത്യേകം ഗ്രൂപ്പുകളായിട്ട് നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ആദ്യം അത് ജില്ലാടിസ്ഥാനത്തിൽ വേർതിരിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് എന്ന് പറയുന്ന വേറെ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് വരുന്നതായിട്ടുള്ള കേസുകളായിട്ട് അതിനെ ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഓരോ പ്രത്യേക ക്ലാസ്സിൽ വരുന്നതായിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ായിട്ട് അതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിനെ വീണ്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസുകളാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഹെഡുകളായിട്ട് ഏത് ഡേറ്റിനാണ് കിട്ടിയിട്ടുള്ളത്, ഏത് ഡേറ്റിനാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള പാർട്ടീസ് ആരൊക്കെയാണ് എന്നുള്ളതിൻ്റെ പേര്, അതേപോലെ തന്നെ അഡ്രസ്സ്, വ്യക്തമായിട്ടുള്ള കേസിൻ്റെ ഡീറ്റെയിൽസ്, എന്ത് സംബന്ധിച്ചിട്ടുള്ള കേസാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പ്രത്യേകമായിട്ട് എഴുതി പ്രത്യേകം ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകളായിട്ട് ആർബിട്രേഷൻ കോർട്ടിൻ്റെ മുന്നിൽ വരുന്നതായിട്ടുള്ള കേസുകൾ പ്രത്യേകം ഫയലുകളായിട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈ ട്രിബ്യൂണലിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സെക്രട്ടറി കീപ്പ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. അല്ലാതെ കിട്ടുന്നത് മേലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജില്ലാടിസ്ഥാനത്തിലാക്കണം. പിന്നെ അതിന് ശേഷം ഓരോരോ ടൈപ്പിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടേത് വേറെ കേസുകളാക്കണം. ഇനി അതിൽ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യേണ്ടുന്ന കേസുകൾ വേറെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്ടീസ് ആരൊക്കെയാണ്, എന്താണ് കേസ്, ഏത് ഡേറ്റിനാണ് ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കോടതി റിസീവ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയമപ്രകാരം സെക്രട്ടറി അത് ഫയൽ ചെയ്തിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ സെക്രട്ടറി ഷാൾ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ട്രിബ്യൂണൽ പ്രിപ്പയർ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ദ ലിസ്റ്റ് ഓഫ് കേസസ് ടു ബി ഹിയർഡ് അണ്ടർ ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഓരോ മാസത്തിലും എത്ര കേസുകൾ, ഏതൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊക്കെ കേസുകളാണ് വിളിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കേസുകളാണ് ഫൈനലൈസ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ളതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ അടുത്ത മാസത്തിൽ ഏതൊക്കെ കേസുകൾക്ക് ഏതൊക്കെ സ്ഥലത്താണ് ഈ പറയുന്ന ട്രിബ്യൂണലിൻ്റെ സിറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടുന്നത്, അപ്പോൾ അത് ഏത് സ്ഥലത്താണ്, ഏത് ഡേറ്റിനാണ്, എവിടെ വെച്ചിട്ടാണ്, അത് സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ആൻഡ് ഇറ്റ് ഈസ് ടു ബി റിപ്പോർട്ടഡ് ടു ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഫോർ പബ്ലിക്കേഷൻ ഓൺ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സെറ്റ് ഓഫീസ്. ഡെപ്യൂട്ടി രജിസ്ട്രാർക്കാണ് അത് സംബന്ധിക്കുന്നതായിട്ടുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് അധികാരമുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് മാത്രം പ്രവർത്തിക്കുന്നതാവുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സിറ്റിംഗ് വയ്ക്കുന്നത്. അപ്പോൾ അത് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ കൺസെൻറ്റോട് കൂടിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്രട്ടറി അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ഫൈനൽ ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് അടുത്ത മാസത്തിൽ ഏത് ഡേറ്റിന് ഏതൊക്കെ സ്ഥലത്ത് വെച്ചിട്ട് ഏതൊക്കെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്യേണ്ടുന്നത് എന്ന് നിർബന്ധമായിട്ടും അറിയിച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ
not less than 7 days prior to the date of the beginning of the first session of the sitting in that particular month. List should be prepared and persons are to be sent with concerned notice. ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് സിറ്റിംഗ് നടത്തുന്നുണ്ട് എന്ന് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൺസിഡർ ചെയ്യുന്നതായിട്ടുള്ള കേസുകളും ആ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പിയർ ചെയ്യേണ്ടതായിട്ടുള്ള പേഴ്സൺസിന് 7 ദിവസം മുമ്പെങ്കിലും കിട്ടത്തക്ക വിധത്തിലുള്ള നോട്ടീസ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനാവശ്യം വരുന്നതായിട്ടുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടുന്നതും അത് കൺസൾട്ട് ചെയ്തിട്ടായിരിക്കണം. ഈ സ്വന്തം ഇഷ്ടപ്രകാരം സെക്രട്ടറി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യല്ല ചെയ്യേണ്ടുന്നത്, കൺസേൺഡ് ട്രിബ്യൂണലുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏത് ഡേറ്റിന് ഏത് സ്ഥലത്ത് വെച്ച് സിറ്റിംഗ് വേണോ അത് ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ കേസിന് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള പാർട്ടീസിന് ഇന്ന ഡേറ്റിന് ഇന്ന സ്ഥലത്ത് നടത്തുന്നതായിട്ടുള്ള സിറ്റിങ്ങിന് ഹാജരാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് കസ്റ്റഡി ഓഫ് ദി റെക്കോർഡ്സ് എക്സെട്ര ഓഫ് ദി ട്രിബ്യൂണൽ. ഇനി അഡീഷണൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി സെക്രട്ടറി. ഈ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കുള്ള അഡീഷണൽ ആയിട്ടുള്ള പവേഴ്സാണ് പറയുന്നത്. To require any petition of appeal, application for review or other proceedings presented to the tribunal to be amended in accordance with the practice and procedure of the tribunal or to be represented after such requisition as the secretary is empowered to make in relation thereto has been complied with. ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിവിഷന് അതല്ലെങ്കിൽ റിവ്യൂവിനുള്ള ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പെറ്റീഷൻ്റെ റിക്വയർമെൻറ്റ് പൂർണ്ണമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനും അതിലേതെങ്കിലും വിധത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ചിട്ട് ആപ്ലിക്കേഷൻ വീണ്ടും കൊടുക്കാനായിട്ട് കൺസേൺഡ് പാർട്ടീസിന് അത് റീസെൻഡ് ചെയ്യുന്നതിനും ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് റിജക്റ്റ് ചെയ്യേണ്ടുന്നത് ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനുള്ള പരമാധികാരി എന്ന് പറയുന്നത് ട്രിബ്യൂണലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സെക്രട്ടറിക്കാണ്. ആൻഡ് സെക്കൻഡ്, ടു പബ്ലിഷ് ദ ഡേറ്റ് ഓഫ് ഹിയറിംഗ് ഓഫ് അപ്പീൽസ്, ആപ്ലിക്കേഷൻ ഓർ അതർ പ്രൊസീഡിങ്സ് ആൻഡ് ഇഷ്യൂ നോട്ടീസ് ദെയറോഫ്. ഏത് ഡേറ്റിന് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് സിറ്റിംഗ് നടത്തേണ്ടുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഹിയറിംഗ് നടത്തേണ്ടുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനും അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള നോട്ടീസ് സബ്മിറ്റ് ചെയ്യാനും ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കുള്ളതാണ്. ആൻഡ് ഫൈനലി, ടു ഗ്രാൻഡ് ലീവ് ടു ഇൻസ്പെക്ട് ആൻഡ് സെർച്ച് the records of the tribunal and order the grant of copies of documents to parties to proceeding. ചില ആൾക്കാർക്ക് ഹിയറിംഗ് നടത്തുന്ന സമയത്ത് കൺസേൺഡ് കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള കക്ഷികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആ പറയുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചോളണമെന്നില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്ക് ലീവ് ഗ്രാൻറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വങ്ങളും അതേപോലെ തന്നെ കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് പാർട്ടീസിന് പ്രൊസീഡിങ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കേണ്ടുന്നതും ഒക്കെ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നതും സെക്രട്ടറിക്കുള്ളതാണ്. അപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് നോട്ടീസ് ഹിയറിങ്ങിന് ആരൊക്കെ ഹാജരാവണം എന്ന് തീരുമാനിക്കുന്നതിന് ഒക്കെ ഉള്ള റൈറ്റ് എന്ന് പറയുന്നത് സെക്രട്ടറിക്കാണെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് സെക്രട്ടറി നിർബന്ധമായിട്ടും കോഓപ്പറേറ്റീവ് ട്രിബ്യൂണലുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് റിവ്യൂ ആൻഡ് റിവിഷൻ ഓഫ് ദി പെറ്റീഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 84 ആൻഡ് 85 ഓഫ് ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ബാക്കി ഇനി നാളെ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.